ഈസി ആയിട്ടുള്ള നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷനാണ് അല്ലെ. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. നമ്മളെ വെബ് പേജ് അല്ലെങ്കിൽ നമ്മളെ പ്രസന്റേഷൻ ടയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെയാണ് HTML എന്ന് പറയുന്നത് അല്ലെ. ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് മാർക്കപ്പ് ലാംഗ്വേജ് യൂസ്ഡ് ടു ക്രിയേറ്റ് ആൻഡ് സ്ട്രക്ചർ എ വെബ് പേജ്. ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനും അതിനെ സ്ട്രക്ചർ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് HTML. It uses tags to define elements such as text, image, link, table. ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? ടാഗുകളാണ്. ഇതിന്റെ ഫീച്ചേഴ്സ് സിമ്പിൾ ആൻഡ് ഈസി ടു ലേൺ. എല്ലാ പ്ലാറ്റ്ഫോമിലും എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും വർക്ക് ചെയ്യും. സപ്പോർട്ട് മൾട്ടിമീഡിയ, ഇമേജ്, ഓഡിയോ, വീഡിയോ ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. CSS ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ഇതിനെ അട്രാക്റ്റീവും ഇന്ററാക്റ്റീവും ആക്കാൻ പറ്റും. എല്ലാ വെബ് ബ്രൗസേഴ്സിലും ഇത് സപ്പോർട്ടും. ഇതിന്റെ സ്ട്രക്ചർ ആദ്യം ഡോക്യുമെന്റിന്റെ ടൈപ്പ്, പിന്നെ HTML ടാഗ്, അതാണ് റൂട്ട് ടാഗ്. അതിനകത്ത് ഹെഡ് ടാഗില് ടൈറ്റിൽ ടാഗ്, അത് കഴിഞ്ഞ് ബോഡി ടാഗിനകത്ത് നമ്മുടെ ആക്ച്വൽ കണ്ടന്റ്. ഡോക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? HTML5 ഡോക്യുമെന്റ് ആണെന്ന് സ്പെസിഫൈ ചെയ്യുന്നു. HTML എന്ന് പറഞ്ഞാൽ റൂട്ട് എലമെന്റ്. ഹെഡ് എന്ന് പറഞ്ഞാൽ മെറ്റാഡേറ്റ. മെറ്റാഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ അബൌട്ട് ഡേറ്റ. ആ പേജിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സെക്ഷനാണ് ഹെഡ് ടാഗ്. അത് കൊള്ളാവുന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡേറ്റ അബൌട്ട് ഡേറ്റ എടുക്കുന്ന ടാഗാണ് മെറ്റാ ടാഗ്, ദാറ്റ് ഈസ് ഹെഡ് ടാഗ്. പേജിന്റെ ടൈറ്റിൽ കാണിക്കുന്ന സെക്ഷൻ ടൈറ്റിൽ ടാഗ്. ടൈറ്റിൽ ടാഗ് ഈസ് ഇൻസൈഡ് ദ ഹെഡ് ടാഗ്. പിന്നെ ആക്ച്വൽ കണ്ടന്റ് വിസിബിൾ. വെബ് പേജിനകത്ത് എന്താണ് കാണുന്നതോ അത് എഴുതേണ്ടത് ബോഡി ടാഗിനകത്ത്. HTML ടാഗ്സും എലമെന്റ്സും. ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കീവേഡ് എൻക്ലോസ്ഡ് ഇൻ ആംഗിൾ ബ്രാക്കറ്റിൽ. ഈ ആംഗിൾ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന ഒരു കീവേഡ് IMG, ഇൻപുട്ട്, A, സെലക്ടർ, ഇതൊക്കെ എന്താണ്? കീവേഡ്സ് ആണ്. ഇവിടെ എക്സാമ്പിൾ P, ഇത് പാരഗ്രാഫിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗ്. ഇനി എലമെന്റ് ഇൻക്ലൂഡ് ഓപ്പണിംഗ് ടാഗ്, കണ്ടന്റ് ആൻഡ് ക്ലോസിംഗ് ടാഗ്. ഇത് നോക്കൂ, P എന്ന് പറയുന്ന പാരഗ്രാഫിനകത്തുള്ള കണ്ടന്റ് ഹലോ, അത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മൊത്തത്തിലാണ് എലമെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു സംഭവത്തിനെയാണ് എന്ത് പറയുന്നത്? ടാഗ്. ടാഗും എലമെന്റിന്റെയും ഒരു കളക്ഷനാണ് ഒരു HTML ഡോക്യുമെന്റ് എന്ന്. രണ്ട് ടൈപ്പ് ഓഫ് ടാഗ് ഉണ്ട്. പെയർഡ് ടാഗും അൺപെയർഡ് ടാഗും. ഒരു ടാഗിന് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉണ്ട് എങ്കിൽ അതിനെ പെയർഡ് ടാഗ്. P ടാഗ് ഒക്കെ എന്താണ്? പെയർഡ് ടാഗ്. ഇനി BR ടാഗ്, HR ടാഗ്, IMG ടാഗ്, ഇൻപുട്ട് ടാഗ്, ഇതിനൊക്കെ എന്ത് മാത്രമേ ഉള്ളൂ? ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ. ഇതിനിങ്ങനെ ക്ലോസിംഗ് ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനെ IMG ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നില്ല. അതിനെയാണ് അൺപെയർഡ് ടാഗ് എന്ന് പറയും. പെയർഡ് ക്ലോസിംഗ്, ഓപ്പണിംഗും ക്ലോസിംഗും ഉള്ള ടാഗ് പെയർഡ് ടാഗും, ഓപ്പണിംഗ് മാത്രമുള്ള ടാഗ് അൺപെയർഡ് ടാഗ്. നമുക്ക് ബോൾഡിന് വേണ്ടിയിട്ട് B ടാഗ്, I ഇറ്റാലിക് ടാഗ്, U അണ്ടർലൈൻ ടാഗ്, സ്ട്രോങ് ഇമ്പോർട്ടന്റ് ടെക്സ്റ്റ്, ബോൾഡിനെക്കാളും കൂടുതൽ ബോൾഡ് ആക്കാം. എംഫസൈസ്ഡ് ടാഗ്. എംഫസൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡബിൾ കോട്ട്സിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡബിൾ കോട്ട്സും ഇറ്റാലിക്കും ആക്കി സ്പെഷ്യൽ സ്റ്റൈലിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് എംഫസൈസ്. പിന്നെ സബ്സ്ക്രിപ്റ്റ് S2, ഇത് സൂപ്പർ സ്ക്രിപ്റ്റ് X². ഇതെല്ലാം വരുന്ന ഇതിലാണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സിലാണ്. ഇനി ഹെഡിങ് ആൻഡ് പാരഗ്രാഫ്. ഹെഡിങ് ടാഗ് H1 മുതൽ H6 വരെയുണ്ട്. അതിൽ ഏറ്റവും വലുത് H1 ആണ്, ആൻഡ് ഏറ്റവും ചെറുത് H6 ആണ്. ആൻഡ് P എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ്, മൾട്ടിപ്പിൾ ലൈൻസ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ടാഗ്. ഇനി HTML ആട്രിബ്യൂട്ട് എന്നാണ്.
attribute provide additional information about HTML elements. ഇവിടെ നോക്കുക img src ഒരു ആട്രിബ്യൂട്ട് ആണ്, alt ഒരു ആട്രിബ്യൂട്ട് ആണ്, ഇനി width ഹൈറ്റ് ഇതെല്ലാം എന്താണ്? ആട്രിബ്യൂട്ട്സ്. ഒരു ടാഗിനകത്തുള്ള അഡീഷണൽ ഇൻഫർമേഷൻസിനെയാണ് എന്ന് പറയുന്നത് ആട്രിബ്യൂട്ടുകൾ എന്ന്. അതും കൊള്ളാന്നുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ലിങ്കുകൾ. ആങ്കർ ടാഗ് എ ടാഗ് ഉപയോഗിച്ചിട്ടാണ് HTML ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. Allow user to navigate from one page to another or even interact with different elements. ഡിഫറെന്റ് എലമെന്റ്സിൽ തമ്മിൽ ഇന്ററാക്ട് ചെയ്യാനും മൾട്ടിപ്പിൾ പേജിലോട്ട് മൂവ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ക്ലിക്കബിൾ ടെക്സ്റ്റുകളെയാണ് ആങ്കർ ടാഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കൂ, href എങ്ങോട്ടാണോ പോവേണ്ടത് ആ പേജിന്റെ പേര്. ക്ലോസ് ചെയ്യുക, വിസിബിൾ. അപ്പൊ വെബ് പേജിൽ എന്ത് മാത്രമേ കാണിക്കുകയുള്ളൂ? വിസിറ്റ് എന്ന് മാത്രമേ കാണിക്കൂ. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഗോസ് ടു ദ വെബ്സൈറ്റ് example.com. അപ്പൊ 3 ടൈപ്പ് ഓഫ് ലിങ്കുകളാണുള്ളത്: ഇന്റേണൽ ലിങ്ക്, എക്സ്റ്റേണൽ ലിങ്ക്, ഇമെയിൽ ലിങ്ക്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്റേണൽ ലിങ്ക്. An internal link is a link that points to another page or resource within the same website or domain. ഒരു വെബ്സൈറ്റിനകത്തുള്ള, ഫോർ എക്സാമ്പിൾ abc.com വേറൊരു പേജിലോട്ടോ വേറൊരു ഇമേജിലോട്ടോ പോകുന്ന ലിങ്കിനെയാണ് എന്ന് പറയുന്നത് ഇന്റേണൽ ലിങ്കുകൾ. നമുക്ക് ahref ഇപ്പൊ നമ്മളിപ്പോ ഹോം എബൌട്ട് അസ് എന്നൊക്കെ പറഞ്ഞിട്ട് ടാബ് ഉണ്ടാവും അല്ലെ. അപ്പൊ എബൌട്ട് അസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റിന്റെ അകത്ത് തന്നെ അല്ലെങ്കിൽ ആ ഡൊമൈനിന്റെ അകത്ത് തന്നെയുള്ള എബൌട്ട് എന്ന് പറയുന്ന പേജിലോട്ട് അങ്ങനത്തെ ടാഗിനെയാണ് ഇന്റേണൽ ലിങ്കുകൾ. എക്സ്റ്റേണൽ ലിങ്ക് ഈസ് എ ലിങ്ക് ദാറ്റ് പോയിന്റ്സ് ടു എ ഡിഫറെന്റ് വെബ്സൈറ്റ് ഓർ ഡൊമൈൻ. നമ്മുടെ വെബ് പേജിനകത്ത് നിന്നിട്ട് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ ഒരു ലിങ്ക് വെച്ചിട്ടുണ്ടാവും, www.keralauniversity.ac.in, www.keralapsc.com. അപ്പോൾ ഒരു ഡൊമൈനിൽ നിന്നും പുറത്തുള്ള വേറെ ഡൊമൈനിലോട്ട് പോകുന്ന ലിങ്കിനെയാണ് എക്സ്റ്റേണൽ ലിങ്കുകൾ. ഇനി ഇമെയിൽ ലിങ്ക്. An email link is a type of link that opens the user's default email client with a pre-filled email address. This is done using the mail-to protocol. Okay. ഒരു മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇമെയിൽ ID വെച്ചുകൊണ്ട് ഒരു ഇമെയിൽ സർവീസിനെ ഓപ്പൺ ചെയ്യുന്ന ലിങ്കിനെയാണ് എന്ന് പറയുന്നത് ഇമെയിൽ ലിങ്ക് എന്ന്. കുറച്ച് ബേസിക് ടാഗ്സിനെ കുറിച്ച് പഠിക്കാം. നമ്മൾ ആദ്യം പറഞ്ഞത് റൂട്ട് ടാഗ്, ദാറ്റ് ഈസ് HTML ടാഗ്. പിന്നെ മെറ്റാഡേറ്റ, ഡേറ്റ അബൌട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ അബൌട്ട് ദ വെബ് പേജ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഹെഡ്. അതിനകത്താണ് ടൈറ്റിലൊക്കെ വരുന്നത്. പിന്നെ ആക്ച്വൽ കണ്ടന്റ് ഹോൾഡ് ചെയ്യുന്ന ടാഗ് ബോഡി ടാഗ്. പിന്നെ H1 മുതൽ H6 വരെയുള്ള ഹെഡിങ് ടാഗുകൾ. പിന്നെ മൾട്ടിപ്പിൾ ലൈൻസ് പാരഗ്രാഫ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാഗ് P ടാഗ്. ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആങ്കർ ടാഗ് A. ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള img ടാഗ്. ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ്, ലിസ്റ്റ് ഒരു ബുള്ളറ്റ് പോയിന്റ്സിൽ കാണിക്കാനും 1 2 3 ഇട്ട് കാണിക്കാനും ഉള്ള ടാഗ്. അത് പിന്നീട് വരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ സെക്ഷൻസ്, div ടാഗ്, ഡിഫറെന്റ് റീജിയൻ ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാഗ്. പിന്നെ വാല്യൂ സെർവറിലോട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാഗ് ഫോം ടാഗ്. ഇൻപുട്ട് ഫീൽഡ്. ഇൻപുട്ട് ഫീൽഡ് എന്താണ്? ടെക്സ്റ്റ്, ഒരു ടെക്സ്റ്റ് ബോക്സ്, അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഡേറ്റ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുപയോഗിക്കുന്ന ടാഗാണ് ഇൻപുട്ട്. ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, നെയിം ഈക്വൽ ടു യൂസർ നെയിം. അത് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇതിനെ റെപ്രസെന്റേറ്റീവ് വേണമെന്ന് കൊടുക്കാം. ഇതിന്റെ അകത്ത് എഴുതി കാണിക്കുന്നതല്ല ഇത്, ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന പേരാണ്. അടുത്ത് ടെക്സ്റ്റ് ഏരിയ. ടെക്സ്റ്റ് ഏരിയ ടാഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു മൾട്ടിപ്പിൾ ലൈൻസ് ടൈപ്പ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ അഡ്രസ്. ഇനി സെലക്ട്, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. എന്താണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്? ഇങ്ങനെയുള്ള ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ടാഗ് ഉപയോഗിക്കുന്നു. ബട്ടണിനും ഇൻപുട്ട് ടാഗാണ് ഉപയോഗിക്കുന്നത്. അവിടെ ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ്.
ഇതൊക്കെ ഈസിയാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇനി HTML attributes. Attributes provide extra details about the HTML element. HTML elementനെ കുറിച്ചുള്ള എക്സ്ട്രാ ഡീറ്റെയിൽസ്. ഫോർ എക്സാമ്പിൾ IMG, SRC, alt. SRCയും altഉം ആട്രിബ്യൂട്ട്സ് ഓഫ് ദ ഇമേജ് ടാഗ്. SRCയിൽ എന്താണ്? ഏത് ഇമേജ് ആണോ ഡിസ്പ്ലേ ആക്കേണ്ടത് ആ ഇമേജിന്റെ പേര്, ആ ഇമേജിന്റെ പുറത്ത് കഴ്സർ കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ എഴുതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് alt ഉപയോഗിക്കുന്നത്. ഇനി വിഡ്ത്തും ഹൈറ്റും ഒക്കെ കൊടുക്കുന്നത് എന്താണ്? ആട്രിബ്യൂട്ട്സ് തന്നെ. ടേബിൾ ടാഗ് ടാബുലാർ ഫോമിൽ ഡേറ്റ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാഗ്. അതിനകത്ത് ഉപയോഗിക്കുന്ന ടാഗുകൾ ടേബിൾ, TR ടേബിൾ റോ, TD ടേബിൾ ഡേറ്റ, TH ടേബിൾ ഹെഡ്. ടേബിൾ ഹെഡിനകത്ത് കൊടുക്കുന്ന വാല്യൂസ് ബോൾഡ് ആയിരിക്കും. നോക്കൂ, എക്സാമ്പിൾ ഇവിടെ ടേബിൾ ബോർഡർ 1, ടേബിൾ ഹെഡ് ആ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്ന ഹെഡ് ഇവിടെ നോക്കൂ, ഇമേജ് ഏജ്, സോറി നെയിം ഏജ്. അത് ഒരു ടേബിൾ റോവിനകത്ത് ടേബിൾ ഹെഡിങ് TH, 2 ടേബിൾ ഹെഡിങ്, ഇത് 1, ഇത് 1. ഇനി അടുത്ത ടേബിൾ റോയില് ടേബിൾ ഡേറ്റ, ടേബിൾ ഡേറ്റ. അടുത്ത ടേബിൾ റോയില് ടേബിൾ ഡേറ്റ, ടേബിൾ ഡേറ്റ. അങ്ങനെ 3 വാല്യൂസ്. HTML ഫോം സെർവർ, നമ്മൾ നേരത്തെ പറഞ്ഞ വെബ് സെർവറിലോട്ട് വാല്യൂ സബ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന HTML ടാഗ് ആണ് ഫോം ടാഗ്. ഫോം അലോ യൂസർ ടു എൻ്റർ ഡേറ്റ ഓൺ ദ വെബ് പേജ്. എക്സാമ്പിൾ ലോഗിൻ, രജിസ്ട്രേഷൻ, സർവേ, ഇതൊക്കെ ഫോം പേജിന് എക്സാമ്പിൾ ആണ്. ഫോം ഡേറ്റ ക്യാൻ ബി സെൻഡ് ടു സെർവർ ഫോർ പ്രോസസിംഗ്. ഫോം ടാഗ് ഡിഫൈൻസ് ദ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഓഫ് ദ ഫോം. അതിനകത്ത് ഫോം ഉണ്ട്, അതിനകത്ത് ആട്രിബ്യൂട്ട്സ്, ആക്ഷനും ഉണ്ട്, മെത്തേഡും ഉണ്ടായിരിക്കും. ആക്ഷൻ സ്പെസിഫൈസ് ദ URL ഓഫ് ദ സ്ക്രിപ്റ്റ് ദാറ്റ് വിൽ പ്രോസസ് ദ ഫോം ഡേറ്റ. നമ്മൾ ആ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഏത് കോഡാണോ എക്സിക്യൂട്ട് ആവേണ്ടത് ആ കോഡ് സ്റ്റോർ ചെയ്തിരിക്കുന്ന പേജിന്റെ പേരാണ് ആക്ഷനിലിരിക്കുക. പിന്നെ മെത്തേഡ്, ഗെറ്റ് മെത്തേഡ് ഉപയോഗിക്കും, പോസ്റ്റ് മെത്തേഡ് ഉപയോഗിക്കും. ഗെറ്റ് മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ അഡ്രസ് ബാറിലൂടെ വിസിബിൾ ആയിരിക്കും. പോസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിസിബിൾ ആയിരിക്കില്ല. അത് എവിടെ കൂടെ പോവും? HTTP ബോഡിയുടെ കൂടെ. ഒരു എക്സാമ്പിൾ നോക്കൂ, ഇവിടെ ആക്ഷൻ ഈക്വൽ ടു പ്രോസസ് ഫോം ഡോട്ട് PHP എന്ന് പറഞ്ഞാൽ ഈ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഏത് പേജാണ് എക്സിക്യൂട്ട് ആവുന്നത്? പ്രോസസ് ഫോം എന്ന് പറയുന്ന പേജ്. മെത്തേഡ് ഉപയോഗിച്ചിരിക്കുന്നത് പോസ്റ്റ്. അതിനകത്ത് എന്താ കൊടുത്തിരിക്കുന്നത്? യൂസർ നെയിം, പാസ്വേഡ്, ടെക്സ്റ്റ് ബോക്സ്, പിന്നെ ഒരു ബട്ടൺ. ആ ഫോം ഓക്കെ. വർക്കിംഗ് വിത്ത് ഫ്രെയിംസ്. ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെബ് പേജിനെ മൾട്ടിപ്പിൾ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഡിഫറെന്റ് വെബ് പേജസിനെ ഒരു സിംഗിൾ പേജിൽ തന്നെ കാണിക്കുന്നതിനെയാണ് ഫ്രെയിം ടാഗ് ഉപയോഗിക്കുന്നത്. ഫ്രെയിം ഡിവൈഡ്സ് എ വെബ് പേജ് ഇൻടു മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് സെക്ഷൻ. ഫോർ എക്സാമ്പിൾ കണ്ടോ, ഇതൊരു വെബ് പേജ് ആണ്. അതിനകത്ത് PSCയുടെ വെബ്സൈറ്റ്, തുളസി, കേരള യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ്, 3ഉം കൂടെ ഒരുമിച്ച് ചേർത്തിരിക്കും. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന 2 ടാഗുകളാണ് അതിന് ഉപയോഗിക്കുന്നത്. ഫ്രെയിം സെറ്റ് ആൻഡ് ഫ്രെയിം. ഓക്കെ, ഇവിടെ നോക്കൂ, ഫ്രെയിം സെറ്റ് കോളമായിട്ട് 30%, 50%, 30%. പറഞ്ഞാൽ ഇത് 30%, 50% ആൻഡ് 30%. അപ്പൊ ആദ്യത്തെ ഫ്രെയിം, അപ്പൊ ഫ്രെയിം സെറ്റിനകത്തുള്ള ആദ്യത്തെ ഫ്രെയിം ഏതാണ്? കേരള PSC. രണ്ടാമത്തെ ഫ്രെയിം ഏതാണ്? തുളസി. മൂന്നാമത്തെ ഫ്രെയിം ഏതാണ്? കേരള യൂണിവേഴ്സിറ്റി. മനസ്സിലായോ? അപ്പൊ ഫ്രെയിം സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെബ് പേജിനെ മൾട്ടിപ്പിൾ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ പാർട്ടിലും ഡിഫറെന്റ് വെബ് പേജസിനെ ഡിസ്പ്ലേ ചെയ്യുന്ന കോഡ്. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന 2 ടാഗുകളാണ് ഫ്രെയിം സെറ്റും ഫ്രെയിം. ഫ്രെയിം സെറ്റില് 3 നമുക്ക് കോൾസുമായിട്ടും കൊടുക്കാം, റോസുമായിട്ടും കൊടുക്കാം. കോളമായിട്ടും റോവായിട്ടും കൊടുക്കാം. പിന്നെ
അതിനകത്ത് ഫ്രെയിം, ആ ഫ്രെയിമിലാണ് ഏതൊക്കെ പേജാണ് കൊണ്ടുവരേണ്ടതെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാഗുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, മാർക്ക്. മാർക്ക് എന്ന് പറഞ്ഞാൽ യെല്ലോ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യാം. അത് കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെല്ലോ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാഗാണ് മാർക്ക്. പിന്നെ ഇനി എക്സ് സ്ക്വയർ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്ക്രിപ്റ്റും സൂപ്പർസ്ക്രിപ്റ്റും H2O എന്നൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് സബ്സ്ക്രിപ്റ്റ്. ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ്? IMG. IMGയിൽ എക്സ്ട്രാ ആട്രിബ്യൂട്ട് ഏതൊക്കെയാണ്? SRC, ഓൾട്ട്, വിഡ്ത്, ഹൈറ്റ്. നോക്കൂ, IMG SRC ഈക്വൽ ടു flower.jpg. ആ ഇമേജിന്റെ പേര്. ഇത് ആ ഇമേജിൽ നമ്മൾ മൗസ് കൊണ്ടുപോകുമ്പോൾ എഴുതി കാണിക്കുന്ന ഒരു കുട്ടി മെസ്സേജ് ആണ് ഓൾട്ടിന് കൊടുക്കുന്നത്. അതൊക്കെ വേണമെന്നില്ല. ആൻഡ് വിഡ്ത് ഈക്വൽ ടു വാല്യൂ, ഹൈറ്റ് ഈക്വൽ ടു വാല്യൂ. അപ്പൊ ഈ ഇമേജ് ആട്രിബ്യൂട്ടില് ഈ ഇമേജ് ടാഗില് എത്ര ആട്രിബ്യൂട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്? 4 ആട്രിബ്യൂട്ട്. SRC, ഓൾട്ട്, വിഡ്ത്, ഹൈറ്റ്. ഇനി ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റും അൺഓർഡേർഡ് ലിസ്റ്റ്. ഇതിപ്പോ കാണിച്ചു OL, ദാറ്റ് ഈസ് ഓർഡേർഡ് ലിസ്റ്റ്. അതിനകത്ത് 2 ലിസ്റ്റ് HTML ഉം CSS ഉം. OL ആണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇറ്റ് വിൽ ബി ഷോ ആസ് 1, 2. ഇനി അൺഓർഡേർഡ് ലിസ്റ്റ് UL ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അവിടെയും HTML ആണ്. UL ആയതുകൊണ്ട് ബുള്ളറ്റ് പോയിന്റ്സ്. നേരത്തെ എങ്ങനെയായിരുന്നു? OL ഓർഡേർഡ് ലിസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ 1, 2. ഇവിടെ UL അൺഓർഡേർഡ് ലിസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ ബുള്ളറ്റ്. ഇനി ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് ഒരു പുതിയ ഒരു ക്വസ്റ്റ്യൻ ആണത്. HTML5 ശേഷമുള്ളതാണ്. എന്ന് പറഞ്ഞാല് DL, ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ്. ഇത് ഡിസ്ക്രിപ്ഷൻ ഐറ്റം, ഇത് ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ്. എന്ന് പറഞ്ഞാല് HTML അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ സബ് പോലെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. അതിൽ 3 കാര്യങ്ങളാണുള്ളത്: DL, DT ആൻഡ് DD. DL എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ്, DT എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ടേം, പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ്, DD-യിൽ ഇരിക്കും. ഓക്കെ. ടേബിൾസ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ടേബിൾ റോ, ഇതിലിപ്പോ എത്ര റോ ഉണ്ട്? 2 റോ, 1 റോ, 2. അപ്പൊ ഈ ടേബിൾ എങ്ങനെ ഒരു ഔട്ട്പുട്ട് ആയിട്ട്? നെയിം, ഏജ്, രവി 20. ഓക്കെ. ഫോംസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഡാറ്റാബേസിൽ ഇൻപുട്ട് ചെയ്ത വാല്യൂ സെർവറിലോട്ട് സബ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാഗ്. മൾട്ടിമീഡിയ, ഓഡിയോ, ഇത് കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ ആണ്. HTML ഡോക്യുമെന്റിൽ ഓഡിയോ ഇൻപുട്ട് ചെയ്യുന്ന ടാഗ്, ദാറ്റ് ഈസ് ഓഡിയോ ടാഗ്. SRC ഈക്വൽ ടു ഓഡിയോയുടെ പേര്. അടുത്ത് വീഡിയോ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാഗ്, വീഡിയോ ടാഗ്. അതിൽ SRC ഈക്വൽ ടു വീഡിയോയുടെ പേര്. ഓഡിയോ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ്? ഓഡിയോ. And this is video tag for displaying video. HTML5-ന്റെ ഫീച്ചേഴ്സ് ആണ്. അതിൽ പുതിയ ടാഗ്സ് ഹെഡർ, ഫൂട്ടർ, സെക്ഷൻ, ഇങ്ങനെയൊക്കെയുള്ള എക്സ്ട്രാ അട്രാക്റ്റീവ് ആയിട്ടുള്ള ടാഗുകളൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓഡിയോ വീഡിയോ സപ്പോർട്ട് ചെയ്യും. ക്യാൻവാസ് ഫോർ ഗ്രാഫിക്സ്, ഗ്രാഫിക്സിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ക്യാൻവാസ് ഉണ്ട്. ആൻഡ് ബെറ്റർ ഫോം കൺട്രോൾസ്, നമ്മൾ ഫോമിലെ വാല്യൂ സബ്മിറ്റ് ചെയ്യുന്ന അതിനെ കൺട്രോൾ ചെയ്യാൻ അഡീഷണൽ ഇൻഫർമേഷൻസ് ഉണ്ട്. ലോക്കൽ സ്റ്റോറേജും സപ്പോർട്ടബിൾ ആണ്. എന്നുവെച്ചാൽ ഡാറ്റാബേസ് ഇല്ലാതെ തന്നെ HTML-ന്റെ അകത്ത് തന്നെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സെക്ഷനും HTML5-ല് നമുക്ക് ചെയ്യാൻ പറ്റും. അതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് HTML പോലെ തന്നെ ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഫുൾ ഫോം എക്സ്റ്റെൻഷിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് XML-ന്റെ ഫുൾ ഫോം. It is a markup language used to store, transport and share data. അപ്പൊ HTML ഫോക്കസ് ചെയ്യുന്ന എന്തിനാണ്? ഡിസൈൻ, അല്ലെ? ഇനി XML ഫോക്കസ് ചെയ്യുന്ന എന്തിനാണ്? ഡേറ്റയും അതിന്റെ സ്ട്രക്ചറിങ്ങിനെയും കുറിച്ചിട്ടാണ്.
നമ്മൾ വെബ് പേജിൽ കാണുന്ന ഡേറ്റ, അതിൽ എഴുതിയിരിക്കുന്ന വാല്യൂസ്, അതിനെയാണ് ആര് ഫോക്കസ് ചെയ്യുന്നത്? XML ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് സെൽഫ് ഡിസ്ക്രിപ്റ്റീവ് ഫോർമാറ്റ്, ഇറ്റ് ഈസ് എ സെൽഫ് ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് ആണ്. അത് പിന്നീട് മനസ്സിലാവും. ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ബി ഹ്യൂമൻ റീഡബിൾ ആൻഡ് മെഷീൻ റീഡബിൾ. മനുഷ്യനും വായിക്കാൻ പറ്റണം, മെഷീനും വായിക്കാൻ പറ്റണം. ആ ഫോർമാറ്റിലാണ് XML സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും വർക്ക് ചെയ്യും. ദാറ്റ് ഈസ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ്. സെൽഫ് ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ ഫോർമാറ്റ്. അപ്പൊ അതിനകത്ത് നമുക്ക് ഇപ്പോൾ എ എന്ന് കൊടുത്താൽ ആ എ എന്താണെന്ന് അതിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. നമുക്ക് തന്നെ ടാഗ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എന്തിനാണെന്ന് അറിയാമോ? എക്സാമിന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫോൾസ് അബൌട്ട് അല്ലെങ്കിൽ നോട്ട് ട്രൂ അബൌട്ട് XML. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൽ ഈ ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് വരിക. അപ്പോൾ ഇറ്റ് ഈസ് സെൽഫ് ഡിസ്ക്രിപ്റ്റീവ് ആണ് ആൻഡ് യൂസർ ഡിഫൈൻഡ്. നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള, ഇപ്പൊ എന്റെ പേരിൽ ഒരു ടാഗ് അല്ലെങ്കിൽ നമുക്ക് മാസ്റ്റർ കീ എന്ന് പറയുന്ന ഒരു ടാഗ് ക്രിയേറ്റ് ചെയ്യാം. ഈസി ഡേറ്റ ഷെയറിംഗ് ബിറ്റ്വീൻ സിസ്റ്റം. യൂണിക്കോഡ് സപ്പോർട്ട്. യൂണിക്കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ കോഡ്. ദാറ്റ് ഇസ് ഇംഗ്ലീഷ് ഒഴികെയുള്ള എല്ലാ ലാംഗ്വേജിനെയും റെപ്രസെന്റ് ചെയ്യുന്ന കോഡാണ് യൂണിക്കോഡ്. ആ യൂണിക്കോഡ് ഇതിൽ സപ്പോർട്ട് ചെയ്യും, XML സപ്പോർട്ട് ചെയ്യും. XML HTML ഒന്നും അത് സപ്പോർട്ട് ചെയ്യില്ല. നമ്മുടെ മലയാളം ഒന്നും. നമുക്ക് മലയാളം ടാഗുകൾ XML ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഡേറ്റയും പ്രസന്റേഷനും തമ്മിൽ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യും. ദർ ഇസ് നോ കോമ്പിനേഷൻ. അല്ലെങ്കിൽ ഡേറ്റ വേറെ, അതിന്റെ സ്ട്രക്ചർ വേറെ എന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? XML ഉപയോഗിക്കുന്നത്. ഡേറ്റ സ്റ്റോർ ചെയ്യാനും അതിനെ സെൻഡ് ചെയ്യാനും ഒക്കെ നമുക്ക് XML ഉപയോഗിക്കാം. ആപ്ലിക്കേഷനുകൾ തമ്മിൽ ഡേറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഫയൽസ് കോൺഫിഗർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. വെബ് സർവീസുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാം. സപ്പോർട്ട് UTF ഫോർമാറ്റ്, യൂണിക്കോഡ് ട്രാൻസ്ഫോർമേഷണൽ ഫോർമാറ്റ് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ നമ്മുടെ ലോക്കൽ ലാംഗ്വേജസ്, മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, അതെല്ലാം ഇതിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സ്ട്രക്ചർ നോക്കൂ. ലെസ് ദാൻ, ക്വസ്റ്റ്യൻ മാർക്ക്, XML, അതിന്റെ വെർഷൻ, അതിന്റെ എൻകോഡിംഗ് ഫോർമാറ്റ് UTF. നോക്കൂ, കോളേജ് എന്ന് പറയുന്ന ഒരു ടാഗ്, അതിൻ്റെ അകത്ത് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ടാഗ്, അതിനകത്ത് 2 എലമെന്റ്സ്, നെയിമും ഏജും, 2 വാല്യൂസ്, അരുണും 20. സ്റ്റുഡന്റ് ടാഗ് ക്ലോസ് ചെയ്തു, കോളേജ് ടാഗ് ക്ലോസ് ചെയ്തു. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റിൽ ടാഗിനെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് XML ഉപയോഗിക്കാം. ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കുക. XML ഡിക്ലറേഷൻ, ആദ്യം വെർഷനും എൻകോഡിംഗ് ഫോർമാറ്റ്. റൂട്ട് ടാഗ് ഏതാണ്? കോളേജ്. അതിനകത്തുള്ള ചൈൽഡ് എലമെന്റ്സ് ആണ് സ്റ്റുഡന്റും നെയിമും ഏജും. XML ഡിക്ലറേഷൻ നേരത്തെ പറഞ്ഞു. XMLന്റെ ആദ്യത്തെ ലൈൻ ലെസ് ദാൻ, ക്വസ്റ്റ്യൻ മാർക്ക്, XML, അതിന്റെ വേർഷൻ, എൻകോഡിംഗ് സിസ്റ്റം, സ്റ്റാൻഡ് അലോൺ, ഇതൊക്കെ വേണമെങ്കിൽ കൊടുത്താൽ മതി. വെർഷൻ എന്ന് വെച്ചാൽ XMLന്റെ വെർഷൻ, എൻകോഡിംഗ് എന്ന് വെച്ചാൽ ക്യാരക്ടർ സെറ്റ്, UTF-8 അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാംഗ്വേജ് ഏതാണ് അത്. സ്റ്റാൻഡ് അലോൺ, എക്സ്റ്റേണൽ ഡിപ്പെൻഡൻസി എന്ന് വെച്ചാൽ പുറത്ത് നമുക്ക് കണക്ട് ചെയ്യേണ്ടതുണ്ടോ, അതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. ഇനി XML എലമെന്റ്, സ്റ്റാർട്ട് ടാഗ്, അതിലെ കണ്ടന്റ്, എൻഡ് ടാഗ്. നമ്മൾ നേരത്തെ എഴുതിയില്ലേ, നെയിം കിരൺ /name. ഇത് സ്റ്റാർട്ട് ടാഗ്, ഇത് എൻഡ് ടാഗ്, ഇത് കണ്ടന്റ്. ഇവിടെ പ്രൈസ് 250, പ്രൈസ് ക്ലോസ്. XML attribute. Attribute provides additional information about the elements. ഇവിടെ നോക്കൂ, ബുക്ക് ID equal to B. സോ ഇതൊരു ആട്രിബ്യൂട്ട് ആണ്. ഈ ബുക്കിനകത്തുള്ള വാല്യൂ ആണ് ഈ ടൈറ്റിൽ. അതിന് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാന്ന് പറഞ്ഞല്ലേ ടാഗിന്. അപ്പൊ അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. നെയിംസ് ആർ കേസ് സെൻസിറ്റീവ് ആണ്. സ്മോൾ ലെറ്റർ മാത്രമേ
must starts with a letter or underscore. ലെറ്ററോ അണ്ടർസ്കോറോ ഉപയോഗിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. സ്പേസ് ഇടാൻ പാടില്ല. cannot start with number. റിസർവ്ഡ് വേർഡ്സ് നോട്ട് അലൗഡ്. എല്ലാം സ്മോൾ ലെറ്റർ ആയിരിക്കണം. സ്പേസ് ഇടാൻ പാടില്ല. എന്താണ് നമ്മുടെ കീവേഡ്സ് ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ സാധാരണ പ്രോഗ്രാമിങ്ങിലൊക്കെ ഉള്ള പോലത്തെ കേസ് സെൻസിറ്റീവ് ആണ്. ഓക്കെ. അടുത്ത് XML ഡോക്യുമെന്റ് ടൈപ്സ്. ഒന്നാമത്തത് വെൽ ഫോംഡ് XML. An XML document is well formed if exactly one root element. ഒരു XML ഡോക്യുമെന്റിൽ ഒരു റൂട്ട് എലമെന്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? വെൽ ഫോംഡ്. റൂട്ട് എലമെന്റ് എന്താണ്? നമ്മൾ നേരത്തെ കോളേജ്, അതിനകത്ത് സ്റ്റുഡന്റ്, അതിനകത്ത് നെയിം, അതിനകത്ത് ഏജ്, എന്നിട്ട് സ്റ്റുഡന്റ് ക്ലോസ് ചെയ്തു അല്ലെ. ഇപ്പൊ ഇതില് എന്നിട്ട് കോളേജ് ക്ലോസ് ചെയ്തു. ഈ ഒരു റൂട്ട് ടാഗേ ഉള്ളൂ. അതിനകത്ത് മൾട്ടിപ്പിൾ സബ് ടാഗ്സ് വന്നിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. ഒരൊറ്റ റൂട്ട് ടാഗേ ഉള്ളൂ എങ്കിൽ അത് വെൽ ഫോംഡ് XML ആണ്. ഓൾ ടാഗ്സ് ആർ പ്രോപ്പർലി ക്ലോസ്ഡ് ചെയ്തിരിക്കണം. ഇവിടെ സ്റ്റുഡന്റ് ഇവിടെ ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് മസ്റ്റ് ബി ക്ലോസ്ഡ് ഹിയർ. ടാഗ്സ് ആർ പ്രോപ്പർലി നെസ്റ്റഡ്. ഇത് തീർന്ന് അതിവിടെ ക്ലോസ് ചെയ്തതിനു ശേഷമേ അടുത്തത് എന്ത് ചെയ്യാൻ പാടുള്ളൂ? തുടങ്ങാൻ പാടുള്ളൂ. Attributes values are in quotes. Attribute value quotes letter. A valid XML. A valid XML document well formed ആയിരിക്കണം. Follow rules defined in DTD and XML schema. DTD എന്താണെന്ന് നോക്കാം. Document type definition. It defines the structure and legal elements of XML. ഒരു XMLന്റെ സ്ട്രക്ചറും അതിന്റെ ലീഗൽ എലമെന്റ്സ് ഡിഫൈൻ ചെയ്യുന്ന ഡെഫിനിഷനാണ് ഡോക്യുമെന്റ് ടൈപ്പ് ഡെഫിനിഷൻ. എക്സാമ്പിൾ നോക്കൂ. കോളേജ്. ആ കോളേജിനകത്ത് സബായിട്ട് സ്റ്റുഡന്റ്, സ്റ്റുഡന്റിനകത്ത് സബായിട്ട് നെയിമും ഏജും, നെയിമിനകത്ത് ഒരു ഡേറ്റ, ഏജിനകത്ത് വേറെ ഡേറ്റ. സോ ഈ മൊത്തം ഡോക്യുമെന്റ് ഡിഫൈൻസ് ദ സ്ട്രക്ചർ ഓഫ് അവർ XML ഡോക്യുമെന്റ്. നമ്മൾ ആദ്യം എഴുതിയ കോളേജ് സ്റ്റുഡന്റ് അതിന്റെ DTD ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ DTDയിൽ എന്തുണ്ടായിരിക്കാം? DTDയിൽ മസ്റ്റ് ഹാവിംഗ് ദ ഡെഫിനേഷൻ ഓഫ് ഓൾ ദ ടാഗ്സ് ആൻഡ് വാല്യൂസ്. അപ്പൊ ഇതിനകത്താണ് നമ്മൾ വാല്യൂ കിരണം എന്നൊക്കെ ഇട്ടത്. അതുകൊണ്ടാണ് അതിന് PC ഡേറ്റ എന്ന്. ഇനി ടൈപ്സ് ഓഫ് രണ്ട് രീതിയിലുള്ള DTD ഉണ്ട്. Internal DTD and external DTD. Of course, it is same. And internal DTD is defined within the same. ഒരു XML ഫയലിന്റെ അകത്ത് തന്നെ അതിന്റെ DTD ഡിഫൈൻ ചെയ്തിരുന്നാൽ that is known as internal DTD. And it is stored outside. പ്രത്യേക പേജ് ആയിട്ട് സ്റ്റോർ ചെയ്തിരുന്നാൽ it is known as external DTD. അടുത്ത XML scheme. XML schema is more powerful alternative to DTD used to define structure, data type and constraints. നമ്മുടെ DTD document type definition അതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് XML schema. XSD ഫുൾ ഫോം ചോദിക്കാം. XML schema definition. ആൻഡ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? അതിൽ ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ് സപ്പോർട്ട് ചെയ്യുന്നു. റിട്ടൺ ഇൻ XML ആണ് എഴുതിയിരിക്കുന്നത്. മോർ ഫ്ലെക്സിബിൾ ആൻഡ് സെക്യൂർ. നമ്മുടെ DTD XML ഒന്നും അല്ല എഴുതിയിരിക്കുന്നത്, അല്ല ഒരു പ്രത്യേക കോഡിലാണ്. അതിനകത്ത് ഡാറ്റ ടൈപ്സ് ഒന്നും പറയാൻ ഒക്കൂല. കോമൺ ആയിട്ടുള്ള ഡേറ്റയെ പറയാൻ പറ്റുള്ളൂ. XML namespaces avoid name conflicts by uniquely identify elements. ഓരോ എലമെന്റ്സിലെയും യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നെയിം സ്പേസ്. ഒന്നും കാര്യമില്ല. XML HTML തമ്മിലുള്ള ഡിഫറൻസ്. XML എന്താണ്? സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട് ഡേറ്റ. HTML ഡിസ്പ്ലേ ഡേറ്റ. XML യൂസർ ഡിഫൈൻഡ് ടാഗ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. HTML പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ടാഗ്സ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഇത് കേസ് സെൻസിറ്റീവ് ആണ്. HTML കേസ് സെൻസിറ്റീവ് അല്ല. ഇത് പ്രധാനപ്പെട്ട ഒരു ടേബിൾ ആണ് കേട്ടോ.
സ്ട്രിക്റ്റ് സിൻടാക്സ് XML ഉണ്ട്, ഫ്ലെക്സിബിൾ സിൻടാക്സ് ഇടയ്ക്ക് ഒരു കുത്തും കോമയൊക്കെ ഇല്ലെങ്കിലും ചിലപ്പോൾ വർക്ക് ചെയ്യും ചില ഇതിലൊക്കെ. ഇനി XML പാസിംഗ്. പാസിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് റീഡിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് XML ഡോക്യുമെന്റ്. നമ്മൾ ഒരു XML ഡോക്യുമെന്റ് എഴുതി വെച്ചാൽ അതിനെ റെൻഡർ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യുക, റൺ ചെയ്ത് കാണിക്കുക, അതിനെയാണ് എന്ത് പറയുന്നത്, പാസിംഗ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് XML പാസേഴ്സ് നോക്കാം. DOM പാസർ loads entire XML document into memory. Document memory parser എന്നാണ്. Loads entire XML document into memory. മൊത്തം ഒറ്റയടിക്ക്. Allow random access. എവിടുന്നെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് വേണമെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാം. സ്ലോ ഫോർ ലാർജ് ഫയൽ. വലിയ ഫയൽസ് ആണെങ്കിൽ എൻറ്റയർ ഡോക്യുമെന്റിനെ ലോഡ് ചെയ്യുമ്പോൾ പാടായിരിക്കില്ലേ. അടുത്ത സാക്സ് പാസർ, event based passing, faster and memory efficient, no random access. ഒരു പർട്ടിക്കുലർ ഇവന്റിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് റൺ ചെയ്യുന്ന പാസറാണ് സാക്സ് പാസർ. ഇനി XMLന്റെ അഡ്വാൻറ്റേജസ്. ഡേറ്റ പോർട്ടബിൾ. ഡേറ്റ ഒരു സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു സിസ്റ്റത്തിലോട്ട് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും വർക്ക് ചെയ്യും. ലോകമെമ്പാടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്ട്രക്ചേർഡ് ആൻഡ് ഓർഗനൈസ്ഡ്. അതിനൊരു വെൽ സ്ട്രക്ചേർഡ് ഫോർമാറ്റ് ഉണ്ട്. ഇതിന്റെ ലിമിറ്റേഷൻസ്, ഒരുപാട് ഡേറ്റ നമുക്ക് കൊടുക്കേണ്ടി വരും. സ്ലോവർ പ്രോസസിംഗ് കമ്പയർഡ് ടു JSON. കോംപ്ലക്സ് ഫോർ സിമ്പിൾ ഡേറ്റ. JSON എന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട് നൊട്ടേഷൻ. അതിനപേക്ഷിച്ച് ഇത് സ്ലോ ആണ്. അടുത്ത് വെബ് സർവീസസ്. ഇനി അതിന്റെ ആപ്ലിക്കേഷൻസ് വെബ് സർവീസസിൽ ഉപയോഗിക്കും. SOAP ഒക്കെ നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട്. പിന്നെ കോൺഫിഗറേഷൻ ഫയൽസ്, ഡേറ്റ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സിസ്റ്റം, ഓഫീസ് ഡോക്യുമെന്റ്. XML in web technology used in SOAP web service. എന്താണ് SOAP? സിമ്പിൾ ഒബ്ജക്ട് ആക്സസ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചാറ്റിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോൾ ആണ് SOAP. അപ്പൊ അതില് ഏത് ഉപയോഗിക്കാം? XML ഉപയോഗിക്കാം. XML അജാക്സിൽ ഉപയോഗിക്കുന്നുണ്ട്. അജാക്സിന്റെ ഫുൾ ഫോം അസിൻക്രണസ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് XML എന്നാണ്. യൂസ്ഡ് ടു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പേജ്, ഫുൾ പേജ് ഉണ്ട്. നമ്മളിവിടെ ഒരു ക്ലിക്ക് ചെയ്തു, ഇവിടുത്തെ കണ്ടന്റ് മാത്രമേ ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ സിസ്റ്റം റീഫ്രഷ് ചെയ്താൽ ബാക്കിയുള്ള സ്ഥലത്തിരിക്കുന്ന കണ്ടന്റിനെല്ലാം അതേപടി ഹോൾഡ് ചെയ്തുകൊണ്ട് എവിടെയാണോ റീഫ്രഷ് ആവേണ്ടത് അവിടെ മാത്രം അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് അജാക്സ്. മനസ്സിലായോ? അപ്പൊ സോപ്പിന്റെ ഫുൾ ഫോം സിമ്പിൾ ഒബ്ജക്ട് ആക്സസ് പ്രോട്ടോകോൾ. അജാക്സിന്റെ ഫുൾ ഫോം അസിൻക്രണസ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് XMLന്റെ ഫുൾ ഫോം എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് HTML എലമെന്റ്സിന് സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സെക്ഷനാണ് CSS. നമുക്കറിയാം കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റൈൽ ആൻഡ് ഡിസൈൻ HTML പേജസ്. HTML പേജസിന് സ്റ്റൈലും ഡിസൈനും കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നോളജി. ഇറ്റ് കൺട്രോൾസ് ലേഔട്ട്, കളേഴ്സ്, ഫോണ്ട് ആൻഡ് സ്പേസിംഗ്. CSS make web pages more attractive and readable. ഇവിടെ നോക്കൂ, this is a normal image and this is a CSS image. So ഇതേ ഇമേജിൽ കുറച്ച് CSS കോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതെന്തായി അട്രാക്റ്റീവ് ആയിട്ട് മാറി. അപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് റെഡ്യൂസസ് കോഡ് റിപ്പിറ്റീഷൻ. ഇപ്പോൾ ഒരു CSS ഫയലിൽ ഒരു സ്റ്റൈൽ എഴുതി വെച്ചിരുന്നാൽ ഏതൊക്കെ ഡോക്യുമെന്റിന് അതിനെ അപ്ലൈ ചെയ്യണോ അതിനെ ജസ്റ്റ് കോൾ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇംപ്രൂവ് അല്ലാതെ വീണ്ടും കോഡ് എഴുതിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇംപ്രൂവ്സ് വെബ് പേജ് ഡിസൈൻ ആൻഡ് സ്പീഡ്. വെബ് പേജിന്റെ സ്പീഡും ഡിസൈനും ഇംപ്രൂവ് ചെയ്യാം. ഈസിയർ ടു അപ്ഡേറ്റ് ദ സ്റ്റൈൽ ഓഫ് മൾട്ടിപ്പിൾ പേജസ് അറ്റ് വൺസ്. ഒരുപാട് ഫോർ എക്സാമ്പിൾ ഈ ബട്ടൺ 100 പ്രാവശ്യം ഉണ്ടെന്ന് വെച്ചോളൂ ഒരു വെബ്സൈറ്റില്. അപ്പൊ ആ 100 സ്ഥലത്തും പോയിട്ട് കോഡ് മാറ്റണ്ട. ബട്ടൺ എടുക്കുക, അതിന് പ്രോപ്പർട്ടി സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ ആപ്ലിക്കേഷനിലെ എല്ലാ ബട്ടണിനും എന്താവും? ഈ സ്റ്റൈല് ആവും.
മൂന്ന് ടൈപ്പ് ഓഫ് CSS ഉണ്ട്. ഇൻലൈൻ CSS, ഇന്റേണൽ CSS ആൻഡ് എക്സ്റ്റേണൽ CSS. ഒരു HTML ടാഗിന്റെ അകത്ത് തന്നെ CSS എഴുതിയാൽ അതിനെ ഇൻലൈൻ CSS എന്ന് പറയും. ഇന്റേണൽ CSS ഒരു HTML ഡോക്യുമെന്റിന്റെ ഇടയിൽ ഇത് കൊള്ളാവുന്ന പോയിന്റ് ആണ്. ഇടയിലല്ല, ഹെഡ് എന്ന് പറയുന്ന സെക്ഷനിൽ സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗിനകത്ത് നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാം? CSS കോഡ് ഡിഫൈൻ ചെയ്യാം. അതിനെ പറയുന്നത് ഇന്റേണൽ CSS എന്നാണ്. ഇനി ഒരു പേജിന്റെ പുറത്ത് .css എന്ന് പറയുന്ന എക്സ്റ്റൻഷനിലോട് കൂടി CSS ഫയൽ സ്റ്റോർ ചെയ്തിരുന്നാൽ ആ ഫയലിനെയാണ് എക്സ്റ്റേണൽ CSS എന്ന് പറയുന്നത്. അപ്പൊ ഒരു ടാഗിന്റെ കൂടെ തന്നെ CSS ഡിഫൈൻ ചെയ്താൽ ദാറ്റ് ഈസ് ഇൻലൈൻ CSS. ഒരു പേജിന്റെ ഹെഡ് എന്ന് പറയുന്ന സെക്ഷന്റെ അകത്ത് സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ച് CSS ഡിഫൈൻ ചെയ്താൽ ദാറ്റ് ഈസ് ഇന്റേണൽ CSS. ഒരു HTML പേജിന് വെളിയിൽ .css എന്ന് പറയുന്ന ഫോർമാറ്റിൽ CSS കോഡ് ഡിഫൈൻ ചെയ്തിരുന്ന ദാറ്റ് ഈസ് എക്സ്റ്റേണൽ CSS. ഇനി CSSന്റെ സിന്റാക്സ് നോക്കാം. CSS rules have a selector, property and a value. ഇവിടെ നോക്കൂ, ഇവിടെ CSSന്റെ പേര് മൈ സ്റ്റൈൽ എന്നാണ്. ഇത് രണ്ടുമാണ് പ്രോപ്പർട്ടി, കളറും ഫോണ്ട് സൈസും. കളറിന്റെ വാല്യൂ ബ്ലൂ ആൻഡ് ഫോണ്ട് സൈസിന്റെ വാല്യൂ 14. ആൻഡ് ഈ CSSന്റെ പേരെന്താണ്? മൈ സ്റ്റൈൽ എന്ന് പറയുന്നതാണ് ഈ CSSന്റെ പേര്. അപ്പൊ ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്ന? പി ടാഗിൽ ഇത് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ക്ലാസ് ഈക്വൽ ടു ഈ CSS ഇവിടെ സ്റ്റൈൽ എന്നുണ്ട്. ഈ ക്ലാസ് CSSന്റെ പേര് ഇങ്ങനെ കൊടുക്കാം. അപ്പൊ ഇതിനകത്ത് ടൈപ്പ് ചെയ്യുന്നതിനെല്ലാം എന്ത് കളർ വരും? ബ്ലൂ കളറും വരും. ഫോണ്ട് സൈസ് 14. ആഡിങ് സ്റ്റൈൽ ടു എ ഡോക്യുമെന്റ് നമ്മൾ പറഞ്ഞു 3 രീതിയിലുള്ള CSS ഉണ്ട്. ഇൻലൈൻ, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. ആദ്യം ഇൻലൈൻ നോക്കാം. ഇവിടെ നോക്കൂ, P എന്ന് പറയുന്ന ടാഗ്, അതിനകത്ത് സ്റ്റൈൽ ഈക്വൽ ടു കളർ റെഡ്. അപ്പൊ ഇതൊരു CSS കോഡാണ്. എന്ന് വെച്ചാൽ P ടാഗിനകത്ത് തന്നെ CSS പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്തിരിക്കുന്നു യൂസിങ് ദ ആട്രിബ്യൂട്ട് സ്റ്റൈൽ. ഇതിനെയാണെന്ന് പറയുന്നത് ഇൻലൈൻ CSS എന്ന് പറയും. അടുത്ത നമ്മുടെ ഒരു പേജിന്റെ ഹെഡ് ടാഗില് സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ച് P എന്ന് പറയുന്ന ടാഗിന് കളർ ബ്ലൂ സെറ്റ് ചെയ്തിരിക്കുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് ഇന്റേണൽ CSS. ഇതാണ് ഇന്റേണൽ CSS. ഇന്റേണൽ CSS എന്ന് വെച്ചാൽ ഒരു HTML പേജിനകത്ത് തന്നെ. ഇനി പുറത്ത് മൈ സ്റ്റൈൽ .css എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട്. ആ പേജിനെ നമ്മുടെ ഡോക്യുമെന്റിലോട്ട് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? യൂസിങ് ലിങ്ക് rel ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ് href ഈക്വൽ ടു ആ CSS പേജിന്റെ പേര്. വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. എങ്ങനെയാണ് ഒരു എക്സ്റ്റേണൽ CSS ഫയലിനെ നമ്മുടെ ഡോക്യുമെന്റിലോട്ട് കൊണ്ടുവരിക? എന്തുപയോഗിച്ചിട്ടാണ്? ലിങ്ക്, REL, റിംഗ് റിലേഷൻ, സ്റ്റൈൽ ഷീറ്റ്, പിന്നെ href, ആ സ്റ്റൈൽ ഷീറ്റിന്റെ പേര് വിത്ത് എക്സ്റ്റൻഷൻ. ഒരു CSS ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാക്കിയിരിക്കുകയാണ്. എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഇവിടെ മൈ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു CSS ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇവിടെയാണ് ഹെഡിനകത്ത് സ്റ്റൈൽ. ഇതൊരു സാധാരണ പേജും മേളിൽ സാധാരണ ടെക്സ്റ്റ് ബോക്സും മേളിൽ കാണിച്ചിരിക്കുന്നത് ഒരു CSS അപ്ലൈ ചെയ്ത ഒരു ടെക്സ്റ്റ് ബോക്സുമാണ്. ആൻഡ് ഇവിടെ നോക്കൂ, ഇവിടെ ഒരു മൈ സ്റ്റൈൽ എന്ന് പറയുന്ന ഇവിടെ ഈ CSS കോഡ് കാണുന്നത് ഇതൊരു നോർമൽ ടെക്സ്റ്റ് ബോക്സ്, ഇതൊരു CSS അപ്ലൈഡ് ടെക്സ്റ്റ് ബോക്സ്. ശ്രദ്ധിക്കൂ, ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന കോഡാണ് CSS. ആ CSS കോഡിന്റെ പേര് മൈ സ്റ്റൈൽ എന്നാണ്. അതിൽ വിഡ്ത്ത്, ഹൈറ്റ്, ബോർഡർ, ഇതെന്താണ്? ബോർഡറിന്റെ ഗ്രീൻ കളറിന്റെ കോഡാണ്. പിന്നെ പാഡിങ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ എഡ്ജ് മുതൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഇതിനിടയിലുള്ള ഈ ഒരു ലൊക്കേഷനാണ്.
പാഡിങ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയും സ്ഥലം. പിന്നെ ഫോണ്ട് സൈസ്, ബോർഡർ റേഡിയസ്. അപ്പൊ ഇത് നോക്കൂ, ഇവിടെ ഇപ്പോ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, ക്ലാസ് ഈക്വൽ ടു ഒന്നും കൊടുത്തിട്ടില്ല. ആ ടെക്സ്റ്റ് ബോക്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇൻപുട്ട് ടൈപ്പ് ക്ലാസ് ഈക്വൽ ടു മൈ സ്റ്റൈൽ എന്ന് പറയുന്ന ക്ലാസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഇവിടെ. ആൻഡ് ദാറ്റ് വിൽ അപ്പിയേഴ്സ് ആസ് ലൈക്ക് ദിസ്. ഓക്കെ, ഇനി CSS മെയിൻ ആയിട്ട് CSS 3 സെലക്ടേഴ്സ് ആണ്, 4 സെലക്ടേഴ്സ് ആണ് ഉള്ളത്. ഒന്നാമത്തേത് ടാഗിന്റെ പേര് ഉപയോഗിച്ച് നമുക്ക് CSS കോഡ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പൊ നോക്കൂ, പാരഗ്രാഫ് ടാഗിന്റെ കളർ ബ്ലൂ എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പൊ എവിടെ P ടാഗ് ഉപയോഗിച്ചാലും അവിടെ എല്ലാം അതിന്റെ എല്ലാം ഫോണ്ട് കളർ എന്തായിട്ട് മാറുന്നു? ബ്ലൂ ആയിട്ട്. ഇനി നമുക്ക് തന്നെ ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഡോട്ട് മൈ സ്റ്റൈൽ, ഇവിടെ നോട്ട് എന്ന് എഴുതിയിരിക്കുന്നു അല്ലെ. എന്നിട്ട് അതിനകത്ത് നമുക്ക് കോഡ് സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ID സെലക്ട്. ഇപ്പൊ ഒരു ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, ID ഈക്വൽ ടു T1. നമ്മൾ കോഡിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ID കൊടുക്കും. ആ ID ഹാഷ് ഉപയോഗിച്ച് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. എന്നിട്ട് അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? CSS കോഡ് സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ മൊത്തം ഡോക്യുമെന്റിലും ഒരു പർട്ടിക്കുലർ സ്റ്റൈൽ അപ്ലൈ ചെയ്യണമെങ്കിൽ വി ക്യാൻ യൂസ് ദ യൂണിവേഴ്സൽ സെലക്ടർ. അതിനൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് കേളി ബ്രാക്കറ്റ് ഇടുക. എന്ത് ചെയ്യുക? ജസ്റ്റ് കേളി ബ്രാക്കറ്റ് ഇടുക. പ്രോപ്പർട്ടീസ്. ഇനി CSSന്റെ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ആണ് കളർ, അലൈൻ, ഡെക്കറേഷൻ, ട്രാൻസ്ഫോർമേഷൻ. പിന്നെ ഫോണ്ട് പ്രോപ്പർട്ടീസ് ആണ് ഫോണ്ട് ഫാമിലി, സൈസ്, സ്റ്റൈൽ, വെയിറ്റ്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടി, അപ്പൊ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറും കളർ അല്ല, ബാക്ക്ഗ്രൗണ്ട് കളർ. അത് ഇപ്പൊ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. കളറ് BG കളർ എന്നൊക്കെ നമുക്ക് തോന്നും, അല്ല, ബാക്ക്ഗ്രൗണ്ട് -കളർ. പിന്നെ CSS കളേഴ്സ് 3 രീതിയിൽ കൊടുക്കാം. കളറിന്റെ പേര് കൊടുക്കാം, പിന്നെ ഹെക്സാഡെസിമൽ വാല്യൂ കൊടുക്കാം, അല്ലെങ്കിൽ RGB വാല്യൂ. RGB എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ്, ഗ്രീൻ, ബ്ലൂ. റെഡിന്റെ ഇന്റൻസിറ്റി 20, ഗ്രീൻ 0 ആൻഡ് ബ്ലൂ 0. ആ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി. ഇനി ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്. ഒരു ക്ലയന്റ് ആരാണ്? യൂസർ അല്ലെ. യൂസർ എങ്ങനെയാണ് ഇന്റർനെറ്റ് സെർവറിന്റെ ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യുന്നത്? വെബ് ബ്രൗസറിലൂടെ അല്ലെ. അപ്പൊ ഒരു ക്ലയന്റ് വെബ് ബ്രൗസറിലൂടെ ഇത് ആക്സസ് ചെയ്യുമ്പോൾ ക്ലയന്റിന്റെ ഡിവൈസിൽ റൺ ആവുന്ന പ്രോഗ്രാമുകളെയാണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ആ പ്രോഗ്രാമുകൾ സെർവർ ആണ് ഇങ്ങോട്ട് അയച്ചെടുക്കുന്നത്. These scripts are mainly used to control the behavior of web pages, validate user input, and create interactive user interface. Okay, ഇതാണ് client side scripting. A script which is run on the client side web browser is known as client side scripting. Okay, user interaction improve ചെയ്യുന്നു. സബ്മിഷന് മുമ്പ് ക്ലയന്റിന്റെ ഡേറ്റ വാലിഡേറ്റ് ചെയ്യപ്പെടുന്നു, സെർവറിന്റെ ലോഡ് കുറയ്ക്കുന്നു, ആൻഡ് ഡൈനാമിക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, യൂസർ എക്സ്പീരിയൻസ് എന്ത് ചെയ്യുന്നു? എൻഹാൻസ് ചെയ്യുന്നു. സാധാരണ ഉപയോഗിക്കുന്ന ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, ടൈപ്പ് സ്ക്രിപ്റ്റ്. അതില് വളരെ മെയിൻ ആയിട്ട് അപ്പൊ ജാവാസ്ക്രിപ്റ്റ് ഈസ് എ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഉപയോഗിക്കുന്നതാണ്. CSSനെ HTMLനെയൊക്കെ എന്താണ് ഡൈനാമിക് ആക്കാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ ഇന്ററാക്റ്റീവ് ആക്കാൻ നമ്മൾ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ഉപയോഗിക്കുന്നു. യൂസർ ആക്ഷൻസ് റെസ്പോണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. വെബ് ബ്രൗസറിന്റെ ബിഹേവിയർ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നു. അജാക്സിൽ ഉപയോഗിക്കുന്നു. ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. യൂസർ റിക്വസ്റ്റ് വെബ് പേജ്. അപ്പൊ സെർവർ സെൻഡ് HTML, CSS ആൻഡ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ്. യൂസർ ഒരു വെബ് പേജ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആ വെബ് പേജിന്റെ HTML-ഉം CSS-ഉം ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് പ്രോഗ്രാംസുകളും ആര്? സെർവർ എന്ത് ചെയ്യുന്നു? ക്ലയന്റിന് സെൻഡ് ചെയ്യും.
ബ്രൗസർ ലോഡ് ആൻഡ് എക്സിക്യൂട്ട് ദ സ്ക്രിപ്റ്റ്. ബ്രൗസർ എന്ത് ചെയ്യുന്നു? ഈ സ്ക്രിപ്റ്റിനെ ലോഡ് ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. സ്ക്രിപ്റ്റ് ഇന്ററാക്ട് വിത്ത് പേജ് ആൻഡ് യൂസർ. സ്ക്രിപ്റ്റ് പേജും ഈ യൂസറും തമ്മിൽ എന്ത് ചെയ്യുന്നു? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. റിസൾട്ട് ആർ ഷോൺ ഇമ്മീഡിയറ്റ്ലി വിത്തൗട്ട് സെർവർ ഇന്ററാക്ഷൻ. സെർവറിന്റെ ഇന്ററാക്ഷൻ ഇല്ലാതെ തന്നെ എന്ത് ചെയ്യുന്നു? ക്ലയന്റിന്റെ ഡിവൈസിൽ തന്നെ റിസൾട്ട് ഷോ ചെയ്യപ്പെടും. ക്യാരക്ടറിസ്റ്റിക്സ് ഇതെന്താണ്? ബ്രൗസറിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു, ഫാസ്റ്റ് ആണ്, പ്ലാറ്റ്ഫോമും ഇൻഡിപെൻഡന്റ്, ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വേണോ വർക്ക് ചെയ്യും, യൂസറിന് വിസിബിൾ ആണ് കോഡ്, ലിമിറ്റഡ് സെർവർ റിസോഴ്സസും ആക്സസിന്റെ ഒന്നും ആവശ്യമില്ല. അഡ്വാൻറ്റേജ് ഫാസ്റ്റ് ആണ്, സെർവർ പ്രോസസ്സിംഗ് കുറയ്ക്കുന്നു, പെട്ടെന്ന് തന്നെ യൂസറിന് ഫീഡ്ബാക്ക് കിട്ടുന്നു, ഇന്ററാക്ടിവിറ്റി കൂട്ടുന്നു, യൂസർ എക്സ്പീരിയൻസ്. ഡിസഡ്വാൻറ്റേജ് സെക്യൂരിറ്റി റിസ്ക് ഉണ്ട്, കാരണം കോഡ് ഈസ് വിസിബിൾ ടു ദ യൂസർ അല്ലെ. പിന്നെ എല്ലാ ബ്രൗസറിലും ഇത് റൺ ആവണമെന്നില്ല. പിന്നെ പ്രോസസ്സിംഗ് പവർ ലിമിറ്റഡ് ആണ്, ഡാറ്റാബേസിനെ ഡയറക്ട്ലി ആക്സസ് ചെയ്യാൻ കഴിയില്ല. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നോക്കുന്നത്. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ബ്രൗസറിൽ റൺ ആവുന്നു, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് സെർവറിൽ റൺ ആവും. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ഫാസ്റ്റ് ആണ്, സെർവർ സൈഡ് സ്ലോ. ക്ലയന്റ് സൈഡിൽ സെക്യൂരിറ്റി കുറവാണ്, സെർവർ സൈഡിൽ സെക്യൂരിറ്റി കൂടുതലാണ്. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗിന് എക്സാമ്പിൾ ആണ് ജാവാസ്ക്രിപ്റ്റ്, സെർവർ സൈഡിന് എക്സാമ്പിൾ ആണ് PHP, പൈത്തൺ, ജാവ. ജാവാസ്ക്രിപ്റ്റ് ആസ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ജാവാസ്ക്രിപ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡൈനാമിക് ഇന്റർപ്രറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇതെന്തിനാണ്? വെബ് പേജിനെ ഇന്ററാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോ അതിന് പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? HTML എലമെന്റ്സിനെ മോഡിഫൈ ചെയ്യുന്നു, അതിന് ചേഞ്ചസ് വരുത്തുന്നു, യൂസർ ഇവന്റ്സിന് റെസ്പോണ്ട് ചെയ്യുന്നു, ഡൈനാമിക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഇന്ററാക്റ്റീവ് ഫീച്ചേഴ്സ്. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് എവിടെയെല്ലാം നമുക്ക് പ്ലേസ് ചെയ്യാനാണ്? ഇൻലൈൻ ആയിട്ട് പ്ലേസ് ചെയ്യാം, എക്സ്റ്റേണൽ ആയിട്ട് പ്ലേസ് ചെയ്യാം, ഇന്റേണൽ ആയിട്ടും പ്ലേസ് ചെയ്യാം. ഇൻലൈൻ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാല് ഇവിടെ നോക്കൂ, ഒരു ബട്ടൺ, ദിസ് ഈസ് എ ബട്ടൺ, ആൻഡ് ആ ബട്ടണിന്റെ ടാഗിനുള്ളിൽ തന്നെ ജാവാസ്ക്രിപ്റ്റ് കോഡ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് ഇൻലൈൻ സ്ക്രിപ്റ്റ്. ഇനി ഒരു HTML ഡോക്യുമെന്റിനകത്ത് ഹെഡ് സെക്ഷനകത്ത് സ്ക്രിപ്റ്റ് ടാഗിനകത്ത് ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം എഴുതിയിരുന്നാൽ ഇറ്റ് ഈസ് നോൺ ആസ് ഇന്റേണൽ സ്ക്രിപ്റ്റ്. ഇനി പുറത്ത് .js എന്ന് പറയുന്ന എക്സ്റ്റൻഷനിൽ ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം സ്റ്റോർ ചെയ്തിട്ട് അതിനെ HTML പേജിലോട്ട് കോൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എക്സ്റ്റേണൽ സ്ക്രിപ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇപ്പൊ പറഞ്ഞത് ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം ക്ലയന്റ് സൈഡിൽ എവിടെയെല്ലാം പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ്. നെക്സ്റ്റ്, ജാവാസ്ക്രിപ്റ്റിൽ ഒരു വേരിയബിൾ നമുക്കറിയാലോ, ഡേറ്റ ഹോൾഡ് ചെയ്യുന്ന സ്ഥലം. ഏതൊക്കെ കീവേഡ് ഉപയോഗിച്ച് നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാന്നാണ്. അതിൽ മെയിൻ ആയിട്ടുള്ളത് ലെറ്റ്, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇവിടെ നമുക്ക് 30 എന്ന് അസൈൻ ചെയ്തിരിക്കുന്നു ആ വേരിയബിൾ, ഏജ് എന്ന് പറയുന്ന വേരിയബിളിന്. അതിനെ പിന്നീട് എന്ത് ചെയ്യാം? വേണമെങ്കിൽ റീഅസൈൻ ചെയ്ത് വേറെ വാല്യൂ ആക്കാം. പക്ഷെ കോൺസ്റ്റ് ഉപയോഗിച്ച് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരുന്നാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു റീഅസൈൻ ദ വാല്യൂ. അതുപോലെ തന്നെയാണ് വാർ ഉപയോഗിച്ച്. അപ്പോൾ ലെറ്റും വാറും ആക്ച്വലി സെയിം ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിക്ലെയർ എ വേരിയബിൾ ഇൻ ജാവാസ്ക്രിപ്റ്റ്. ലെറ്റ് ഉപയോഗിച്ചാലും വാർ ഉപയോഗിച്ചാലും പിന്നീട് അതിനെ എന്ത് ചെയ്യാം? റീഅസൈൻ ചെയ്യാം. കോൺസ്റ്റ് ഉപയോഗിച്ചാൽ റീഅസൈൻ ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു ജാവാസ്ക്രിപ്റ്റിൽ നടക്കുന്ന ഒരു പ്രത്യേക ആക്ഷനെയാണെന്ന് പറയുന്നത് ഇവന്റുകൾ എന്ന് പറയും. ഒരു ഇവന്റ് ഒരു യൂസർ ഒരു ആക്ഷൻ പെർഫോം ചെയ്യുമ്പോൾ നടക്കുന്ന ഒരു ഓപ്പറേഷനാണ്. ക്ലിക്ക്, സബ്മിറ്റ്, കീ ഡൗൺ, കീ അപ്പ്,
മൗസ് ഓവർലോഡ് ഇതൊക്കെ ഇവന്റിന് ഉദാഹരണങ്ങളാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 3 രീതിയിൽ ഇവന്റിനെ ക്രിയേറ്റ് ചെയ്യാം. ഒന്ന്, ആ ടാഗിൽ അകത്ത് തന്നെ. രണ്ടാമത്, ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ എലമെന്റ് ഉപയോഗിച്ച്. ഇവിടെ നോക്കൂ, ഡോക്യുമെന്റ് ബൈ ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ബട്ടന്റെ ഓൺ ക്ലിക്ക് സമയത്ത് ഒരു ഫംഗ്ഷൻ ആക്ടിവേറ്റ് ആവുന്നു. ആ ഫംഗ്ഷനകത്ത് ഒരു അലേർട്ട് ബോക്സ് ഡിസ്പ്ലേ ആകും. ഇത് ആഡ് ഇവന്റ് ലിസണർ പ്രോപ്പർട്ടി. ആഡ് ഇവന്റ് ലിസണർ എന്ന് പറയുന്ന ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ ഉപയോഗിച്ചും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇവന്റിനെ ജനറേറ്റ് ചെയ്യാം. കോഡൊന്നും പഠിക്കണ്ട, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇത് മാത്രം ഓർത്തിരിക്കുക.